ശ്രീജിത്ത്, നമുക്കറിയാം ഈ മിന്നൽ പണിമുടക്കിൻ്റെ സമയത്ത് കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത അറിയാതെ വന്ന യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ആദ്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടതും. പകരം വിമാനത്തിൽ കയറ്റിവിടുന്നു, ഒപ്പം തന്നെ റീഫണ്ടുമായി ബന്ധപ്പെട്ട് തീരുമാനമായതും കണ്ണൂരിൽ തന്നെയാണ് ആദ്യമായി. ഇതിപ്പോൾ വീണ്ടും ഇവർ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിൽ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും കണ്ണൂരിൽ വീണ്ടും സർവീസ് മുടങ്ങിയ സാഹചര്യം യാത്രക്കാർക്ക് നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, തുടർച്ചയായ മൂന്നാം ദിവസവും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള 6 സർവീസുകളാണ് ഇന്നുണ്ടായിരുന്നത്. അതിൽ 5 സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 6ാമത്തെ സർവീസ് ഇന്ന് വൈകുന്നേരത്തോടെയാണ്. അതും മുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, റിയാദ്, അതോടൊപ്പം തന്നെ ദമാം എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് നിലവിൽ മുടങ്ങിയിരിക്കുന്നത്. നിലവിൽ 3 ദിവസത്തിനിടെ 4000-ലധികം യാത്രക്കാരുടെ യാത്രയാണ് മുടങ്ങിയിരിക്കുന്നത്. അധികൃതർ പറയുന്നത് അനുസരിച്ച് ഇനി തിങ്കളാഴ്ചയോടെ മാത്രമായിരിക്കും ഈ സർവീസുകൾ കൃത്യമായി നടത്താൻ സാധിക്കുക. ഇന്നലെ ചർച്ചയിലൂടെ ഈ മിന്നൽ പണിമുടക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ എല്ലാം പ്രശ്നം അവസാനിപ്പിച്ച് സമരം ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ട അവധിയെടുത്തവർ തിരിച്ചെത്താൻ വൈകുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, കണ്ണൂർ വിമാനത്താവളത്തിൽ 2 ദിവസത്തിനിടെ 5 കോടിയിലധികം രൂപയുടെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അധികൃതർ വലിയ പ്രതിസന്ധിയിലാണ്. എന്തായാലും ഇനി തിങ്കളാഴ്ചയോടെ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ വിമാനത്താവളം പഴയ രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയുക. ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്.